കർത്താവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് വരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കന്യക ഗർഭം ധരിക്കും, അവൾ ഒരു മകനെ പ്രസവിക്കും. ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. അതിനർത്ഥം ദൈവം നമ്മോടു കൂടെ. കർത്താവായ യേശു ദൈവപുത്രൻ. സകല ജനങ്ങളും സമുദ്രങ്ങൾക്ക് മേൽ അവിടുന്ന് അതിനെ സ്ഥാപിച്ചു. ജലപ്പരപ്പിന്മേൽ അതിനെ ഉറപ്പിച്ചു. കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം നൽകും. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൾ അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്താര് നിൽക്കും? കൈകളിൽ വെടിപ്പും ഹൃദയത്തിൽ ശുദ്ധിയുമുള്ളവൻ, യാക്കോബിന്റെ ദൈവത്തിന്റെ മുഖം തേടുന്നവൻ. അവൻ വ്യർത്ഥമായവയെ ആഗ്രഹിക്കുന്നില്ല, കർത്താവിൽ നിന്നുള്ള പ്രതിഫലം തേടുന്നു. രക്ഷകനായ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് അവിടുത്തെ തേടുന്നവർ ഇവരാണ്. യേശുക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് അനുഗ്രഹത്തിന്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ടു. പണ്ടേ വാഗ്ദാനം ചെയ്യപ്പെട്ട സുവിശേഷം സകല ജനതകളോടും പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ടു. ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവൻ പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രൻ എന്ന് വെളിപ്പെട്ടവൻ. പുനരുത്ഥാനത്തിന്റെ വിജയത്തിലൂടെ അവിടുന്ന് ദൈവപുത്രനായി പ്രഖ്യാപിക്കപ്പെട്ടു. റോമിലെ വിശുദ്ധരോടും അവിടുത്തെ തേടുന്ന സകലരോടും അനുസരണവും വിശ്വാസവുമാണ് നമ്മുടെ ദൗത്യം. നിങ്ങൾക്ക് കൃപയും സമാധാനമാകട്ടെ. യേശുവിന്റെ ജനനം ഇപ്രകാരമായുന്നു. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചവളായി കാണപ്പെട്ടു. നീതിമാനായ യോസേപ്പ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ കരുതി. അപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസേപ്പേ, മറിയത്തെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. അവളിൽ ഉരുവായ പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. വചന